ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സബ് ചാപ്റ്റർ ആയിട്ടുള്ള പ്രോസോഷ്യൽ ബിഹേവിയർ, ആൾട്രൂയിസം ആൻഡ് പ്രോസോഷ്യൽ ബിഹേവിയർ. ഓക്കെ, അതായത് പ്രോസോഷ്യൽ ബിഹേവിയറിൽ വരുന്നതാണ് ആൾട്രൂയിസം, അതേപോലെ തന്നെ പ്രോസോഷ്യൽ ബിഹേവിയർ. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനും പ്രഡിക്റ്ററും ഒക്കെയാണ് നമുക്കിതിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. സാമൂഹികമായി ഉപകാരപ്രദമായ പെരുമാറ്റം, അതായത് പ്രോസോഷ്യൽ ബിഹേവിയർ, അതെങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കാൻ ഉദ്ദേശിച്ചുള്ള പ്രവർത്തനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ ഉദ്ദേശിച്ചുള്ള പ്രവർത്തനങ്ങളെയാണ് പ്രോസോഷ്യൽ ബിഹേവിയർ, അല്ലെങ്കിൽ എന്താണ് പറയുക, സാമൂഹികമായ ഉപകാരപ്രദമായ പെരുമാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൾട്രൂയിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ, അതായത് ഈ ഒരു പ്രോസോഷ്യൽ ബിഹേവിയറിൽ വരുന്ന സാധനങ്ങളാണ് പറയുന്നത് ആൾട്രൂയിസം എന്ന് പറയും. അത് നോക്കി തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ സഹായിക്കുന്നതിനാണ് പറയുക. പിന്നെ കിൻ സെലക്ഷൻ എന്നുള്ളതുണ്ട്. അതെങ്ങനെയാ, ചിലവുണ്ടായാലും ബന്ധുക്കളെ നമ്മൾ സഹായിക്കല്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചിലവ് വന്നാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, സഹായിക്കും. അങ്ങനെയുള്ള സാധനങ്ങളെയാണതെന്ന് പറയുന്നത് കിൻ സെലക്ഷൻ. പരസ്പര പ്രതിഫല നിയമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്. അതെങ്ങനെയാണ്, തിരിച്ചുള്ള അനുകൂലത പ്രതീക്ഷിച്ച് സഹായിക്കൽ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വീട്ടിലിപ്പോൾ എന്തെങ്കിലും ഒരു വെഡ്ഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇവൻറ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും വീട്ടിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും, ആ സമയത്ത് ഹെൽപ്പ് ചെയ്യും. അതെന്തുകൊണ്ടാണ്, നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് അവർ സഹായിക്കുമെന്നുള്ള ആ ഒരു വിചാരത്തിലാണ് നമ്മൾ അങ്ങനെ ചെയ്യുക, അല്ലേ. പിന്നെ എമ്പതി ആൾട്രൂയിസം ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ അനുകമ്പ അനുഭവപ്പെടുമ്പോൾ സഹായിക്കലാണത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ. ആളുകൾ മറ്റുള്ളവരെ എന്തുകൊണ്ട് സഹായിക്കുന്നു എന്നത് മനസ്സിലാക്കാൻ സാമൂഹിക മനഃശാസ്ത്രജ്ഞർ ഈ പെരുമാറ്റങ്ങൾ പഠിക്കുന്നു. അപ്പോൾ ഈ പെരുമാറ്റങ്ങൾ കൊണ്ടുള്ള സ്കോപ്പ് എന്താണ്, മനഃശാസ്ത്രജ്ഞർ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് കേട്ടോ, ഈ ഒരു സാധനം കൊണ്ടുള്ളത്. ആളുകളുടെ പെരുമാറ്റങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാമൂഹിക മനഃശാസ്ത്രജ്ഞർ ഇത് പഠിക്കുന്നുണ്ട്. ഓക്കെ, സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ. അപ്പോൾ ഇനി അടുത്തായിട്ട് സാമൂഹികമായി ഉപകാരപ്രദമായ പെരുമാറ്റം എന്നാൽ മറ്റുള്ളവരെ സഹായിക്കാൻ ഉദ്ദേശിച്ചുള്ള സ്വമേധയായുള്ള അഭിപ്രായമുള്ള പ്രവർത്തനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, തിരിച്ചും ഒന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കാനുള്ള പ്രചോദനം ഉള്ളപ്പോൾ അതിനെ ആൾട്രൂയിസം എന്ന് വിളിക്കുന്നുണ്ട്. അഹിംസാത്മകമായ പെരുമാറ്റം യാതൊരു സ്വാർത്ഥ ലാഭവുമില്ലാതെ മറ്റൊരാളെ ഉപകാരപ്പെടുത്താനുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്താൽ നയിക്കപ്പെടുന്ന ഒന്നാണ്. ഓക്കെ, ഇനി ആൾട്രൂയിസം എന്നത് മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി സ്വയം ത്യാഗത്തോടെ പ്രവർത്തിക്കുന്ന തത്വമാണ്. അപ്പോൾ മറ്റുള്ളവരുടെ ക്ഷേമത്തിനായിട്ട് നമുക്കൊന്നും വേണ്ട എന്നുള്ള രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രവർത്തിക്കുമ്പോഴാണ് അതെന്ത് പറയുക, ആൾട്രൂയിസം എന്ന് പറയുക. അവരുടെ ജീവിത നിലവാരം വസ്തുപരമായും ആത്മീയമായും മെച്ചപ്പെടുത്തുക എന്നതാണ് ഇതുകൊണ്ടുള്ള ലക്ഷ്യം വരുന്നത്. ഇത് പല സംസ്കാരങ്ങളിലും ഒരു പരമ്പരാഗത ഗുണധർമ്മമാണ് കേട്ടോ ഇത്. ഓക്കെ, തത്വചിന്തകനായിട്ടുള്ള അഗസ്റ്റ് കോംറ്റെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് പ്രചാരത്തിലാക്കിയവരാണ് അഗസ്റ്റ് കോംറ്റെ ആണ് കേട്ടോ. പിന്നെ യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ യഥാർത്ഥ ഉത്കണ്ഠയോടെ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് ആൾട്രൂയിസം ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അതാണ് ആൾട്രൂയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ മെയിൻ ആൾട്രൂയിസം തന്നെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ടൈപ്സ് ആണ് ഇനി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് മനഃശാസ്ത്രജ്ഞ ആൾട്രൂയിസം പെരുമാറ്റത്തിൻ്റെ വിവിധ തരങ്ങൾ തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, തരങ്ങൾ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കാം, ജനറ്റിക് ആൾട്രൂയിസം ഉണ്ട്, പിന്നെ റെസിപ്രോക്കൽ ആൾട്രൂയിസം, ഗ്രൂപ്പ് സെലക്റ്റഡ് ആൾട്രൂയിസം, പിന്നെ പ്യൂർ ആൾട്രൂയിസം, ഇങ്ങനെ ഓരോന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ജനറ്റിക് ആൾട്രൂയിസം എന്ന് പറഞ്ഞാൽ എന്താ, ജീൻ ബന്ധത്താൽ സ്വന്തത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോലും കുടുംബത്തെ സംരക്ഷിക്കുന്നത് പോലെ. ഉദാഹരണം, തൻ്റെ ജീവൻ കൊടുത്തുകൊണ്ട് പോലും കുട്ടികളെ സംരക്ഷിക്കുന്ന അമ്മക്കിളി, അല്ലേ. അപ്പോൾ അതൊരു ജനറ്റിക് ആൾട്രൂയിസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്, മകുടോദാഹരണം എന്നൊക്കെ നമുക്ക് പറയാം. എന്താണ്, ഏതായാലും ഏറ്റവും നല്ല ഉദാഹരണം ഒരമ്മക്കിളി, അല്ലേ. അമ്മക്കിളി കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുമെന്ന് പറയില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഞാനൊരു അങ്ങനെയെല്ലാം നമ്മുടെ ഇപ്പോൾ ഉമ്മമാരാണെന്നുണ്ടെങ്കിലും നമ്മളെന്ത് ചെയ്യും, അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി ആയിരിക്കുമല്ലോ. അമ്മ എന്ന് പറയുന്ന സാധനത്തിന് അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാ ജീവികളിലും ഉണ്ട് കേട്ടോ. റെസിപ്രോക്കൽ ആൾട്രൂയിസം എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റൊരാളെ സഹായിക്കുന്നത് തിരിച്ചെന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലാണെങ്കിൽ അതിനെ പറയുന്നതാണ് റെസിപ്രോക്കൽ ആൾട്രൂയിസം എന്ന്. ഓക്കെ, ഈ കല്യാണത്തിനും മറ്റും അപ്പോൾ ഇനി പറയുന്നത്, കല്യാണത്തിനും മറ്റും സുഹൃത്തിനെ പണം കൊടുത്ത് സഹായിക്കുന്നത് തൻ്റെ മകളുടെ കല്യാണത്തിന് തിരിച്ച് സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ്. ഓക്കെ, അതാണ് റെസിപ്രോക്കൽ ആൾട്രൂയിസം എന്ന് പറയുന്നത്. ഈ ആൾട്രൂയിസങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ, കാര്യമായിട്ട്. ഓക്കെ, ഇതിലിപ്പോൾ ഇതാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ ഗ്രൂപ്പ് സെലക്റ്റഡ് ആൾട്രൂയിസം എന്ന് പറഞ്ഞാൽ എന്താ, ആളുകൾ തങ്ങളുടെ സാമൂഹിക ഗ്രൂപ്പിൻ്റെ ഭാഗമായ ആളുകളെ സഹായിക്കുന്നതിനോ ഒരു നിർദ്ദിഷ്ട ഗ്രൂപ്പിന് ഗുണം ചെയ്യുന്നത് സാമൂഹിക കാര്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനോ ശ്രമിക്കുന്നതിന് ഗ്രൂപ്പ് സെലക്റ്റഡ് ആൾട്രൂയിസം എന്ന് പറയുന്നു. യുദ്ധത്തിൽ തൻ്റെ ജീവൻ ത്യാഗം ചെയ്ത് തൻ്റെ സഹയോദ്ധാക്കളെയും രാജ്യത്തെയും സംരക്ഷിക്കുന്ന ഒരു സൈനികൻ, അതിനൊരു ഉദാഹരണമാണ് ഗ്രൂപ്പ് സെലക്റ്റഡ് ആൾട്രൂയിസം എന്ന് പറയും. ഇപ്പോൾ ഇനി വേറൊരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഗ്രാമത്തിൽ എന്ത് ചെയ്തു, കുറച്ച് പേര് നമ്മളെ ആക്രമിക്കാൻ വേണ്ടി വന്നു എന്ന് വിചാരിക്കുക. ആ ഒരു സമയത്ത്
നമ്മൾ ഒരു 2-3 പേരെന്ത് ചെയ്യാണ്, ഗ്രാമത്തിനെ പ്രതിനിധീകരിച്ചിട്ട് അവർക്കെതിരെ ഫൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ്, ഒരു ഗ്രൂപ്പ് സെലക്ടഡ് ആൾട്രൂയിസ് ആണ്. ശരിക്കും അവർക്ക് വേണ്ടിയിട്ടാണോ പോരാടുന്നത്? അല്ല, അവരുടെ ഗ്രാമത്തിന് വേണ്ടിയിട്ടാണ്. എന്നതുപോലെ തന്നെ ഇന്ത്യക്ക് വേണ്ടി പോരാടുന്നവരാണ് സൈനികർ. ഓക്കെ, അവർക്ക് വേണ്ടിയാണോ പോരാടുന്നത്? അല്ല, ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള മഹാരാജ്യത്തിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, പോരാടുന്നത്. ഇനി പ്യുവർ ആൾട്രൂയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു പ്രതിഫലവുമില്ലാതെ അപകട സാധ്യത ഉണ്ടെങ്കിലും മറ്റൊരാളെ സഹായിക്കുന്നതിനെ ഉൾക്കൊള്ളുന്നതാണിത്. ഇത് അന്തർലീനമായ മൂല്യങ്ങളായും ധാർമ്മികതയാലും പ്രചോദിതമാണ്. ഉദാഹരണം, കരയിലുണ്ടായിരുന്നയാൾ ഒരു വ്യക്തി മുങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ട് അപകട സാധ്യത ഉണ്ടെങ്കിലും അയാളെ രക്ഷിക്കാൻ നദിയിലേക്ക് ചാടുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരാൾ വെള്ളത്തിൽ ഇങ്ങനെ പെട്ടിട്ട് ഇങ്ങനെ മുങ്ങിത്താഴാണ്. അയാളെ ആരാന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. പക്ഷേ ഒരാളെന്ത് ചെയ്തു, ഈ മുങ്ങിത്താഴുന്ന ആളെ കണ്ടിട്ട് നേരെ എടുത്ത് നദിയിലേക്ക് ചാടി അയാളെ രക്ഷിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളിവിടെ എന്തുകൊണ്ടാണ് ചെയ്തത്? ഓക്കെ, അത് പ്യുവർ ആൾട്രൂയിസം ആണ്. ഒന്നും നോക്കിയിട്ടില്ല, നേട്ടമുണ്ടോ കോട്ടുണ്ടോ ഒന്നും നോക്കിയില്ല, സ്പോട്ടിൽ പോയി അയാളെ രക്ഷിച്ചു. അതാണ് പ്യുവർ ആൾട്രൂയിസത്തിനുള്ള ഉദാഹരണം കേട്ടോ. ഇനി പോസിറ്റീവ് മൂഡ്സ് ആൻഡ് നെഗറ്റീവ് സ്റ്റേറ്റ് എന്നതും ഹൗ പോസിറ്റീവ് മൂഡ്സ് ആൻഡ് നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് അഫക്റ്റ് പ്രോ സോഷ്യൽ ബിഹേവിയർ എന്നുള്ള ഒരു എന്താണ് പറയുക, അടുത്ത നെക്സ്റ്റ് സബ് ചാപ്റ്ററാണ്. പോസിറ്റീവ് മൂഡ്സ് എന്താണ്, അതിന് നെഗറ്റീവ് എങ്ങനെയാണ് പോസിറ്റീവ് മൂഡ് നെഗറ്റീവ് മൂഡ് നമ്മളുടെ പ്രോ സോഷ്യൽ ബിഹേവിയറിനെ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള പ്രോ സോഷ്യൽ ബിഹേവിയറിനെ നെഗറ്റീവ് മൂഡും പോസിറ്റീവ് മൂഡും എങ്ങനെയാണ് ബാധിക്കുന്നത്, അതൊക്കെയാണ് ഈ ഒരു ഇതിലായിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിളാക്കിയിട്ട് നിങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് സെലക്റ്റഡ് ആൾട്രൂയിസ് ആണെന്നുണ്ടെങ്കിലും പ്യുവർ ആൾട്രൂയിസ് ആണെങ്കിലും ജനറ്റിക് ആൾട്രൂയിസ് ആണെന്നുണ്ടെങ്കിലും ഈ സാധനങ്ങളൊക്കെ ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, അതിനൊരു ഉദാഹരണം പഠിച്ചു വയ്ക്കുക. പിന്നെ നിങ്ങൾ മലയാളത്തിലാണ് എക്സാം എഴുതുന്നതെന്നുണ്ടെങ്കിൽ വളരെ സുഖമാണല്ലോ, മലയാളത്തിൽ പഠിച്ചു വെച്ചിട്ട് മലയാളത്തിൽ എഴുതിയാൽ മതി. ഇനി ഇംഗ്ലീഷിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ നോട്ട്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെയും ഒക്കെ ആയിട്ട് നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ അങ്ങനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി പോസിറ്റീവ് മാനസികാവസ്ഥയും നെഗറ്റീവ് മാനസികാവസ്ഥയും സാമൂഹികമായ ഉപകാരപ്രദമായ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഈ നോട്ട്സ് വാങ്ങിയവരിൽ ചിലർക്ക് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, നമ്മുടെ മലയാളം നോട്ട്സ് മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ, പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഇംഗ്ലീഷ് നോട്ട്സും ഉണ്ട്. അപ്പോൾ അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ അയച്ചു തരുന്നതാണ്. പോസിറ്റീവ് മാനസികാവസ്ഥയും നെഗറ്റീവ് മാനസികാവസ്ഥയും സാമൂഹികമായ ഉപകാരപ്രദമായ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നുണ്ട് അല്ലേ. നല്ല മാനസികാവസ്ഥയിലുള്ള ആളുകൾ തങ്ങളുടെ പോസിറ്റീവ് വികാരങ്ങൾ നിലനിർത്തുന്നതിന് സഹായിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് അല്ലേ. കാരണം സഹായം ഈ നല്ല മാനസികാവസ്ഥയെ കുറേ നേരം കൂടി നിലനിർത്തുകയും അവരുടെ മൂല്യങ്ങളുമായി യോജിക്കുകയും ചെയ്യുന്നുണ്ട്. കുറ്റബോധം തോന്നുമ്പോൾ മോശം മാനസികാവസ്ഥയിലുള്ളവർ തങ്ങളുടെ കുറ്റബോധം ഒഴിവാക്കാനും മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്. അതിനാൽ പോസിറ്റീവ് മാനസികാവസ്ഥയും കുറ്റബോധം മൂലമുള്ള മാനസികാവസ്ഥയും സഹായ പെരുമാറ്റത്തിലേക്ക് നയിച്ചേക്കാം. ഒരാൾ നല്ല പോസിറ്റീവ് മൂഡിലാണ്, ആ സമയത്ത് അയാളെ നമ്മൾ വീട്ടിൽ വിളിക്കാനേടാ ഒന്ന് വരുമോ, അപ്പോൾ അവൻ വരും. അതുപോലെ ഇനി വേറൊരാൾ നെഗറ്റീവ് അടിച്ച് കുറ്റബോധം അടിച്ച് അങ്ങനെ ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം, അയാൾ എന്ത് ചെയ്തു, വഴിയിൽ കൂടെ നടന്നു പോകണ ഒരു നായനെ വെറുതെ കല്ലെടുത്ത് എറിഞ്ഞതാണ്. പക്ഷേ നായ കറക്റ്റ് ആ സമയത്ത് തന്നെ സ്പോട്ടിൽ ആ നായ മരണപ്പെട്ടു എന്ന് വിചാരിക്കും. അങ്ങനെ ഒരു എക്സാമ്പിൾ. അപ്പോൾ ഇവൻ ഇതിൻ്റെ ഒരു കുറ്റബോധത്തിലിരിക്കുന്ന സമയത്താണ് നമ്മൾ അവനോട് പറഞ്ഞത്, എടാ കുറച്ച് നായക്കുട്ടികളുണ്ട് അവിടെ, അപ്പോൾ അതിനൊന്ന് വെള്ളം കൊടുക്കാൻ നീ വരുമോ, അല്ലെങ്കിൽ അതിന് ഭക്ഷണം കൊടുക്കാൻ നീ വരുമോ എന്ന് നിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, ആ കുറ്റബോധമുള്ളത് കാരണത്താൽ തന്നെ ഒരു നെഗറ്റീവ് മോഡിലിരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടി പോകുക. അതാണ് നെഗറ്റീവ് മോഡിൽ നമ്മൾ പോകുക എന്ന് പറഞ്ഞത് കേട്ടോ. നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് മോഡൽ സൂചിപ്പിക്കുന്നത് ആളുകൾ തങ്ങളുടെ സ്വന്തം നെഗറ്റീവ് മാനസികാവസ്ഥ ലഘൂകരിക്കുന്നതിന് മറ്റുള്ളവരെ സഹായിക്കുന്നു എന്നാണ്. ഓക്കെ, സഹായം നദി പോലുള്ള പോസിറ്റീവ് ഫലങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അത് മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് ഒരു മാർഗമായി കാണപ്പെടുന്നുണ്ട്. ഈ മോഡൽ സഹായം സ്വയം മെച്ചപ്പെടാനുള്ള സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ നയിക്കപ്പെടുന്നുവെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈ നെക്സ്റ്റ് നോക്കാം. നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് സ്വാർത്ഥ കാരണങ്ങളാൽ സങ്കടം മറ്റുള്ളവരെ സഹായിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് അല്ലേ എന്നതാണ്. ഓക്കെ, സമൂഹത്തിൽ ജീവിക്കുന്നതിനാൽ മറ്റുള്ളവർ സഹായിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നുണ്ട് നമ്മൾ അല്ലേ. സങ്കടപ്പെടുമ്പോൾ സഹായിക്കുന്നത് തങ്ങളെ മികച്ചതായി അനുഭവപ്പെടുത്തുമെന്ന് വ്യക്തികൾ വിശ്വസിച്ചേക്കാം. ഓക്കെ, 1980 മുതൽ നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് മോഡലിന് വെല്ലുവിളി ഉയർന്നു. ഈ സാധനത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, വെല്ലുവിളി ഉയർന്നിട്ടുണ്ട്. ഡാനിയൽ ബാറ്റ്സൺ എന്ന് പറഞ്ഞ ആൾ കണ്ടെത്തിയത് ഉയർന്ന അനുഭാവമുള്ള വ്യക്തികൾ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് അല്ലാതെ താഴ്ന്ന അനുഭാവമുള്ളവരെക്കാൾ കൂടുതൽ സഹായിച്ചു എന്നാണ്. എന്താണ്, ഉയർന്ന അനുഭാവമുള്ള വ്യക്തികൾ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് അല്ലാതെ താഴ്ന്ന അനുഭാവമുള്ളവരെക്കാൾ കൂടുതൽ സഹായിച്ചു എന്നാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ മറ്റുള്ളവരെക്കാളും കൂടുതൽ എമ്പതി ഉള്ളവരെന്തായിരിക്കും, പോസിറ്റീവ് ഇതിലുള്ളവരായിരിക്കും കേട്ടോ. മറ്റു ഗവേഷകർ സഹായ പെരുമാറ്റത്തിൽ നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫിൻ്റെ സ്വാധീനം പ്രായത്തെ അനുസരിച്ച് വ്യത്യാസപ്പെടുന്നുവെന്ന് കണ്ടെത്തി. ഓക്കെ,
മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിയറീനെ എന്ത് ചെയ്തു അവർ പാടെ എന്ത് ചെയ്തു ഞാൻ ഓർമ്മ ചെയ്യുന്ന രൂപത്തിലായിരുന്നു ആ ഒരു തിയറി ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു സോഷ്യൽ സൈക്കോളജിയിലെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കവർ ചെയ്യാത്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തതോ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളോട് ചോദിക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക്. ഓക്കെ, വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഏത് ഭാഗമാണെന്നുണ്ടെങ്കിലും നമ്മൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, നമ്മൾ അവൈലബിൾ ആവുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ 4 മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഒരു ഇതിന് അൺബീറ്റൺ വർക്ക്സ് എന്നാണ് നമ്മളുടെ ഒരു എന്താ പറയുക, നമ്മളുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തുണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.